ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറേ നാളിന് ശേഷം വീണ്ടും ഒരു കുട്ടി വ്ളോഗായി നമ്മൾ വന്നിരിക്കുകയാണ് അല്ലേ? സോ വെൽക്കം ബാക്ക് ടു എവ്ലിൻ വ്ളോഗ്സ്. അങ്ങനെ നമ്മൾ മടിയും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ് ഇടാൻ ശ്രമിക്കും അല്ലേ ചിഞ്ചാരെ? യെസ് യെസ് യെസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി സർപ്രൈസ് വ്ളോഗാണ്. ജിത്തുവിന് വേണ്ടി ഒരു കുഞ്ഞ് സർപ്രൈസ് ഒരുക്കാൻ പോവുകയാണ് ഞാനും ചിന്താരും കൂടി. പ്രത്യേകിച്ച് വിശേഷം ബർത്ത്ഡേസും കാര്യങ്ങളൊന്നുമില്ല. ഇന്നലെ ഞാൻ ജിത്തുവിന് ചെറുതായി ഒന്ന് മൂഡ് ഓഫ് ആക്കി. ഞാൻ എൻ്റെ കുശുമ്പും കുറച്ച് കാര്യങ്ങൾ കാരണം ഞാൻ ജിത്തുവിന് ചെറുതായിട്ട് ഒന്ന് മൂഡ് ഓഫ് ആക്കിയായിരുന്നു. പക്ഷെ ആൾ തിരിച്ചൊന്നും പറഞ്ഞില്ല. ഭയങ്കര ക്ഷമയോട് കൂടി ഇരുന്നു. എനിക്ക് പെട്ടെന്ന് സങ്കടം തോന്നി. സങ്കടം. അപ്പോൾ തിരിച്ച് വരുമ്പോഴത്തേനും 12 മണിയാകുമ്പോൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കേണ്ട ബ്രേക്കിന് വരും. അപ്പോഴത്തേക്ക് നമുക്ക് ജിത്തുവിന് ഒരു കുട്ടി സർപ്രൈസ് ഒരുക്കാം. വലിയ സർപ്രൈസ് എന്നല്ല, ഒരു കുഞ്ഞു സർപ്രൈസ്, ചുമ്മാ ഒന്ന് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ശടപടയെന്ന് പോയി പല്ല് തേച്ച് കുളിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് നമുക്ക് ടൗണിൽ പോയി എന്തെങ്കിലും ചെറുമാതിരി സാധനങ്ങളൊക്കെ വാങ്ങി നമുക്ക് വേഗം തിരിച്ചു വരാം അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ രണ്ടാമതേ പോയിട്ട് വരാം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പോയിട്ട് കാണാം. ടായ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ ഒരു ക്യാരക്ടർ വെച്ചിട്ട് എനിക്ക് ജിത്തുവിന് കിട്ടിയത് ശരിക്കും ഒരു ഭയങ്കര ലക്കായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഭയങ്കര ക്ഷമയോട് കൂടി ഇരിക്കും, എന്നോട് തിരിച്ചൊന്നും പറയത്തില്ല. ഞാൻ എൻ്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഇങ്ങനെ വാശി പിടിക്കും, കുശുമ്പ് കുത്തും. അപ്പോൾ ആളെപ്പോഴും ഞാനിങ്ങനെ വല്ലാണ്ട് ഇറിറ്റേറ്റ് ആക്കിക്കൊണ്ടിരിക്കും. അപ്പം ആ ഒരു ക്യാരക്ടറിൽ എനിക്ക് ഇങ്ങനെ ഒരു ക്ഷമയിലൊരു മനുഷ്യനെ കിട്ടിയെന്ന് വെച്ചാൽ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ ഒന്നാമത്തെ പീരീഡ്സും കൂടെ ആയതുകൊണ്ട് ഞാൻ ഭയങ്കര മൂഡ് ഓഫും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ ദേഷ്യം മൊത്തം ഞാൻ ആളടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചൊന്നും പറഞ്ഞില്ല, ക്ഷമയോടുകൂടി ഇരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി എന്തെങ്കിലും വാങ്ങിയിട്ട് സർപ്രൈസ് ആക്കാം. ഏതാ ബ്രാൻഡ്, ഏതാ ഫൗണ്ടേഷൻ്റെ ഒന്ന് കാണിക്കാമോ? ഓ മൈ ഗാഡ്, ഫേസ് സ്കാനഡയോ? ഞാൻ പോലും യൂസ് ചെയ്യുന്നില്ല. കുട്ടി ബ്രാൻഡഡേ യൂസ് ചെയ്യത്തുള്ളൂ. എൻ്റെ ചുന്ദരിമണിയാണ് എൻ്റെ. അപ്പോൾ പെട്ടെന്ന് റെഡി ആയിക്കോ, നമുക്ക് പെട്ടെന്ന് പോവേണ്ടതുണ്ട്. എനിക്ക് എല്ലാവർക്കും ഇങ്ങനെ സർപ്രൈസ് കൊടുക്കാനും ആൾക്കാരെ ഭയങ്കര ഹാപ്പി ആക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ എന്നെക്കൊണ്ട് ജിത്തുവിന് ഇതുവരെ ഒന്നും ചെയ്ത് കൊടുക്കാൻ എനിക്ക് സത്യമായി എന്നെക്കൊണ്ടൊന്നും പറ്റിയിട്ടില്ല. ഞാൻ മുന്നേ നാച്ചുറൽസിൽ വർക്ക് ചെയ്തപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഇടയ്ക്ക് സർപ്രൈസ് ആക്കാറുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ വർക്കിംഗ് അല്ല. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഫിനാൻഷ്യലി കുറച്ച് എൻ്റെ കയ്യിലും അങ്ങനെ എനിക്ക് സർപ്രൈസ് കൊടുക്കാൻ പറ്റിയ അവസ്ഥയായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. ആളെനിക്ക് എല്ലാം, ഇപ്പോൾ വാലൻറ്റൈൻസ് ഡേ ആയിക്കോട്ടെ, ബർത്ത്ഡേ ആയിക്കോട്ടെ, എന്ത് വിശേഷം ഉണ്ടെങ്കിലും ആളെനിക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങി എന്നെ ഹാപ്പി ആക്കാൻ നോക്കും. ആൾ സ്വന്തം ഒന്നും വാങ്ങൂല, പക്ഷെ എന്നെ നല്ലോണം ഹാപ്പി ആക്കാൻ നോക്കലുണ്ട്. പക്ഷെ അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഞാനൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഹാപ്പി ആക്കാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ആ വിഷമം തീർക്കാൻ പോകുന്നത്. ഭയങ്കര വലിയ സർപ്രൈസും കാര്യങ്ങളൊന്നുമല്ല, എന്നാലും അത് കണ്ട ആൾക്ക് ഹാപ്പി ആവുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. സോ ആ ഒരു ഹാപ്പിനെസ് കണ്ടാൽ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ടൗണിൽ പോയിട്ട് സർപ്രൈസ് ആക്കാം. അപ്പോൾ ചിഞ്ചാര റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം പോവാം. ചിഞ്ചാരുടെ ഹെയർ സെറൊക്കെ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് വേഗം പോവാം. വണ്ടി നമ്മൾ സ്ട്രീറ്റ്സിൻ്റെ ഹെയർ സെർ. അപ്പോൾ അതേ ഓട്ടോ ഇപ്പോൾ വരും. അപ്പോഴത്തേക്കും നമുക്ക് വേഗം ഡോർ ലോക്കാക്കി ഇറങ്ങാം. അപ്പോൾ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ജിത്തുവിന് ഒരു ഷർട്ട് വാങ്ങാം, പിന്നെ ചിഞ്ചാരൻ്റെ സജഷനാണ് ജിത്തു മാമന് ഒരു ക്രോക്സ് വാങ്ങാൻ. അപ്പോൾ പാവം ഒരു ക്രോക്സ് വാങ്ങാം, ഒരു ഷർട്ട് വാങ്ങാം, പിന്നെ ജിത്തുവിൻ്റെ ഫേവറേറ്റ് ബീഫ് ബിരിയാണി, നമുക്ക് ഉച്ചയ്ക്ക് വരുമ്പോഴത്തേനും ഒരു ബീഫ് ബിരിയാണി വാങ്ങാം അല്ലേ? പിന്നെ അവിടെ എത്തിയിട്ട് വേറെ എന്തെങ്കിലും ചെറുമാതിരി സാധനങ്ങളൂടി നമുക്ക് വാങ്ങാം. ഓക്കെ, ബൈ ബൈ. അപ്പോൾ അതേ ഓട്ടോ വരികയാണ്. നമുക്ക് പെട്ടെന്ന് ഡോർ ലോക്കാക്കി ഇറങ്ങാം. അങ്ങനെ നമ്മൾ ചിഞ്ചാരക്കും കൂടി ഒരു ചെരുപ്പ് എടുത്തു. കാരണം ചിഞ്ചാര അറിയാതെ ചെരുപ്പ് മാറിപ്പോയി. അപ്പോൾ നമ്മൾ
അതെ ആ പഴയ ചെരുപ്പ് മാറ്റി ചിഞ്ചാരക്ക് പുതിയൊരു ക്രോക്സ് എടുത്ത് ഒരു പച്ച കളർ കാണിച്ചെടുത്ത് പുതിയ. യെസ്, സോ ചിഞ്ചാരി ഹാപ്പി, മാമിയും ഹാപ്പി അല്ലേ? അപ്പോൾ നമ്മൾ ജിത്തുവിന് ഒരു ക്രോക്സ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചിഞ്ചാരക്ക് ഒരു പുതിയ ക്രോക്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ താഴെ മാക്സ് പോയിട്ട് ഒരു ഷർട്ടോ ടീഷർട്ടോ അങ്ങനെ നോക്കാം. ആർ യു ഹാപ്പി? ഓക്കെ, ലിഫ്റ്റ് ചിഞ്ചാരക്ക് ലിഫ്റ്റ് പോകാൻ ആഗ്രഹം. സോ നമ്മൾ ലിഫ്റ്റ് പോവാനേ. ഞെക്കിക്കോ. ഹാപ്പി അല്ലേ? കുറേ ചിഞ്ചാരക്ക് ആദ്യം ഇഷ്ടത്തെ ഒരു യൂണിക്കോണിൻ്റെ ഒരു പിക്ചർ വരുന്ന ക്രോക്സാണ്, പക്ഷെ അതിൻ്റെ സൈസ് ഉണ്ടായിരുന്നില്ല. സോ നമ്മൾ അവസാനം ഈ ഗ്രീൻ വൺ എടുത്തു. അപ്പോൾ നമുക്കിനി മാക്സ് പോയിട്ട് ഷർട്ട് എടുക്കാം. അങ്ങനെ നമ്മളതേ ജിത്തുവിന് ഷർട്ടും മേടിച്ചു, ബിരിയാണിക്ക് ഓർഡറും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുഞ്ഞ് ചോക്ലേറ്റും കൂടി വാങ്ങാം. എന്നിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് എല്ലാം സെറ്റ് ചെയ്യണം. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ടി വിയും കണ്ടിരിക്കാം ഗൈസ്. അത് കഴിഞ്ഞ് ഞാനും ചിഞ്ചാരി നേരെ ഒരു ലൈം ജ്യൂസ് കുടിക്കാൻ കയറി. എന്നിട്ട് നമ്മൾ നേരെ ഓട്ടോ ആക്കിയിട്ട് നേരെ ഹോട്ടലിലേക്ക് ബിരിയാണി എടുക്കാൻ പോയി. പോകുന്ന വഴിക്ക് ഭയങ്കര ബ്ലോക്കാട്ടോ, കാരണം ഇവിടെ ബസ് സ്റ്റാൻഡിൻ്റെ ഏതോ പണിയെടുക്കുന്നത് കൊണ്ട് തന്നെ സൈഡിൽ നിറയെ ബസ് നിർത്തിയിട്ടുണ്ട്, ഫുൾ ബ്ലോക്കായിരുന്നു. അങ്ങനെ ഞാൻ ബിരിയാണി മേടിക്കാൻ പോകുമ്പോൾ ചിഞ്ചാറിൻ്റെ മാസ്മരികമായ ഷൂട്ടാണ് ഈ കാണുന്നത്. കുറച്ച് അവിടെ നിന്ന് ഞാനിങ്ങനെ ചിരിച്ച് കാണിക്കുമ്പോഴൊക്കെ നല്ല സൂമാക്കി അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ വാങ്ങി നേരെ വീട്ടിലോട്ട് വന്നാൽ, കാരണം 11 മണിയാകുമ്പോഴത്തേക്ക് ജിത്തു വരും, അപ്പോഴത്തേക്കും നമുക്ക് എത്തണം. അതുകൊണ്ട് നമ്മൾ ഫാസ്റ്റ് ആക്കിയിട്ട് വേഗം വീട്ടിലേക്ക് പോയി നേരെ സെറ്റ് ചെയ്തു. എന്താ ഒരുത്തിൻ്റെ സ്നേഹം നമ്മളെ കണ്ടാടും. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതേ വീട്ടിലെത്തി. ഭയങ്കര ടയേർഡായിട്ടോ. അപ്പോഴത്തേക്കും ലിസേൻ്റെ സ്നേഹപ്രകടനമൊക്കെ തുടങ്ങി. എൻ്റെ ഷിൻഡുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ക്യാമറ ഇവിടെ എവിടെയെങ്കിലും ഒളിപ്പിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ക്യാമറേൻ്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ യാതൊരുവിധ ഇമോഷൻസും ഒന്നും കാണിക്കാത്തൊരു മനുഷ്യനാണ് ജിത്തു. അതുകൊണ്ട് നമുക്ക് ഇവിടെ എങ്ങാനും ക്യാമറ ഒളിപ്പിച്ച് വെച്ചിട്ട് അവിടെ സോഫയിൽ നമുക്ക് സർപ്രൈസ് സെറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ. സ്നേഹം ലിസ ഓക്കെ. അങ്ങനെ ചിഞ്ചാരി എന്തോ ചോക്ലേറ്റ്സിൻ്റെ റിവ്യൂ എടുക്കുമ്പോഴാണ് പെട്ടെന്ന് മാമൻ വന്നു എന്നിട്ട് അവളങ്ങ് വെപ്രാളത്തിൽ ക്യാമറ ഒക്കെ താഴെ ഇട്ട്, അങ്ങനെ അതൊക്കെ ഞാൻ സെറ്റാക്കിയതേ ജിത്തുനെ കണ്ണുപൊത്തി നേരെ വിളിക്കാൻ പോയി. നമ്മൾ എന്തൊക്കെയാ വാങ്ങിയെന്ന് പറഞ്ഞാൽ ഇതാ ചെരുപ്പുണ്ട്, ബാക്ക് ക്യാമറ ആണ്, ഫേവറേറ്റ് ബീഫ് ബിരിയാണി, പൈനാപ്പിൾ ജ്യൂസ്, ഷർട്ട്, ക്യൂട്ട് റാബിറ്റ് ഉണ്ട്, ഫേവറേറ്റ് സൺസ്ക്രീൻ, ഡയറി മിൽക്ക്, അതുപോലെ തന്നെ ഈ ഒരു ക്രോക്സും. എനിക്ക് അങ്ങനെ എൻ്റെ മനസ്സിലുണ്ടായ കുറേ വിഷമങ്ങൾ ഇപ്പം മാറി. കാരണം എനിക്കൊന്നും ആൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഫിനാൻഷ്യലി ആയാലും ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു, ഞാൻ വർക്കിംഗ് അല്ലാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് നാളായിട്ട് ശേഖരിച്ച് ആളെ ഹാപ്പിയാക്കാൻ വെച്ച പൈസ കൊണ്ട് ഞാൻ ചെറുതായിട്ടെങ്കിലും ആളെ ഹാപ്പിയാക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഹാപ്പി, ചിഞ്ചാരി ഹാപ്പി, മാമൻ ഹാപ്പി അല്ലേ?
അപ്പോൾ ഇതാ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വേഗം ഡ്യൂട്ടിക്ക് കയറാൻ സമയം. അതുപോലെ തന്നെ ഇനി ഇച്ചിരി ബീഫ് ബിരിയാണിയും ജ്യൂസൊക്കെ കുടിച്ചാവും പോവും. നമ്മളിവിടെ ചുമ്മാ കട്ടപ്പോസ്റ്റായി TV കണ്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനി അടിപൊളിയായിട്ടുള്ള വ്ളോഗ് വെച്ച് നമ്മൾ ഇനിയും വരും. ഇനി ഒരിക്കലും ലാഗ് ഉണ്ടാകത്തില്ല. മടിയെല്ലാം മാറ്റിച്ച് നമ്മൾ വീണ്ടും സ്ട്രോങ് ആയിട്ട് നമ്മൾ വീണ്ടും വ്ളോഗൊക്കെ ചെയ്യാൻ വരും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരയ്ക്കും ടാറ്റാ. உலகத்தில் இசையாக நீயே மாறி காற்றில் வீசினாய், காதில் பேசினாய், மொழியில்லா மௌனத்தில் விழியாலே வார்த்தை கோர்த்து கண்ணால் பேசினாய். Thank you.